കെ.ടി. ജലീലും പിണറായി വിജയനും തമ്മിൽ ഈ കാര്യത്തിലുള്ള ബന്ധം ചെറിയ ബന്ധമൊന്നല്ല. അങ്ങനെ ഞാൻ പറയാൻ കാരണം ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം. ഈ ടി.പി. ചന്ദ്രശേഖരന്റെ വധം നടക്കുന്നതിന്റെ 2 ദിവസം മുമ്പേ ഞാൻ ദുബായിൽ KMCC ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് എൻ ശംസുദ്ദീനും ഞാനും TV കാണുന്നത്. അന്ന് ടിപ്പിനെ കൊന്നിട്ടില്ല. ടിപ്പിനെ കൊല്ലണതിന്റെ 4 ദിവസം മുമ്പേ എന്താ പറഞ്ഞറിയോ? പിണറായി വിജയൻ പറയാണ് കേരളത്തിലേക്ക് ഭീകരവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അപ്പൊ കെ.ടി. ജലീൽ പറഞ്ഞു ഞാനും കണ്ടിട്ടുണ്ട്. ഇവര് രണ്ടാളും ഇടയിൽ ഇങ്ങനെ പോയിരിക്കുക തീവ്രവാദിനെ നോക്കിയിട്ട്. പറഞ്ഞ മതി ടി.പി. ചന്ദ്രശേഖരൻ വധം നടന്നപ്പോ ഞാൻ അന്ന് വടകരെ പ്രസംഗിക്കാൻ 4-ാമത്തെ ദിവസം വന്നിട്ട് പെട്ടെന്ന് പൊതുയോഗം നിർത്തിച്ചു. പോലീസ് ഞങ്ങളവിടുന്ന് പോരുകയാണ്. അന്ന് കണ്ട ന്യൂസ് എന്താണെന്നറിയോ? തൊപ്പിട്ട ഷാഫിയുടെ ചിത്രം. പിന്നെ ഇതിനു വേണ്ടി വന്ന കാറ് പിടികൂടിയിട്ടുണ്ട്, ഇന്നോവ. മാഷാ അള്ളാ എന്നുള്ള സ്റ്റിക്കർ ഉണ്ട്. ഈ മമ്പുറത്ത് പോയ 20 ഉറുപ്പിക കൊടുത്താൽ കിട്ടും മാഷാ അള്ളാ എന്നുള്ള സ്റ്റിക്കർ. ഈ കള്ള അറാത്തുള്ള അത് വാങ്ങിയിട്ട് അയിമ ഒട്ടിച്ചിട്ട് പോയി കൊന്നിട്ട് ഇത് അടയാളായിട്ട് കൈരളി ചാനൽ പറയാ. കുറച്ച് ദിവസം ഇത് മുസ്ലിം ഭീകരവാദി പറഞ്ഞിട്ട് പോയല്ലോ. അവസാനം മുടക്കോയി മലമേൽ മുടട്ടിരിക്കുന്ന കൊടി സുനി, അണ്ണൻ സുജിത്ത്, കിർമാണി, മനോജ് എല്ലാരും പിടിച്ചു. ആരാ? മുസ്ലിം തീവ്രവാദിയാണോ? കുറച്ച് ദിവസങ്ങൾ അവരെടുത്ത പണി ചില്ലറ അപകടമാണോ? നിങ്ങൾ കേൾക്കാൻ ഫസൽ വധം, ദേശാഭിമാനി തിണ്ടുമ്പ ഇടുന്നതുണ്ട് കൊറിയ. അവിടൊക്കെ തേജസ് പത്രം വന്ന് വീഴുക. ആരാണ് കാരണക്കാരെന്ന് നോക്കിയപ്പോ SDPIയുടെ കുട്ടിയായിട്ടുള്ള ഫസലാന്ന് ബോധ്യമാകുക. പിന്നെ സുബൈക്ക് ഇതേ ഫസല് കാളച്ചാലിൽ കവിഴ്ന്ന് ഇങ്ങനെ കിടക്കുക. എടുത്തു നോക്കുമ്പോ മരണപ്പെട്ടിക്കണം. നേരെ മെഡിക്കൽ കോളേജിൽ കൊടുന്നപ്പോ ആദ്യം ആ കുട്ടിയുടെ ജനാസ വന്ന് കണ്ട നേതാവാരാന്നറിയോ? കോടിയേരി ബാലകൃഷ്ണൻ. ഞങ്ങൾ ശരിക്കും കേൾക്കണം. ഈ മാർക്സിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ദുന്യാവിൽ ആദ്യം നിരോധിക്കേണ്ട പാർട്ടിയാ. മറ്റുള്ളതൊക്കെ പിന്നെ മദീന. ഞാൻ ഈ പറഞ്ഞ ഈ ഇസ്രായേൽ മറ്റുള്ളവരൊക്കെ അല്ലേ, ഓലെ പറ്റിയൊക്കെ നമുക്കൊരു ബോധമുണ്ട്. ഈ RSS ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ബോധമുണ്ട്. മതിലിന്റെ അപ്പുറത്താ ഈ കാട്ടുകള്ളന്മാര് മഹലിന്റെ ഉള്ളിലാ, വാർഡിലാ, ബാങ്കിലാ, പഞ്ചായത്തിലാ. വലിയ ബേജാറാണത്, വലിയ ബേജാറാണ്. അതല്ലേ കഴിഞ്ഞ ദിവസം ആ വിനോദ് പറഞ്ഞ ഉദ്യോഗസ്ഥന് നടന്നത്? ചെറിയ സംഭവമാണോ? പോളിടെക്നിക്കിൽ പഠിച്ച വിദ്യാർത്ഥിയാണ് അദ്ദേഹം. ഞാൻ അവിടെ ജോലി ചെയ്യുന്നത്. നേരത്തെ പോളിയിൽ പഠിച്ച സ്റ്റുഡന്റ്, SFIയുടെ നേതാവാ. അയാൾ അമ്മ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച ആളാ. ഇവരെന്താ ഒരു പെട്രോൾ പമ്പിന്റെ വിഷയം വന്ന് അങ്ങനെ കൊണ്ടുപോകുന്നത്? ഇതപ്പോ ഞാൻ പറഞ്ഞു ഈ ഫസല് ആദ്യം ആ ജനാസ വന്ന് കണ്ടത് കോടിയേരി ബാലകൃഷ്ണനാ. ആ കഫൻ തുണിമെന്ന് ജനാസ വന്ന് കഫൻ തുണിന്റെ പൊന്തിച്ചിട്ട് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ്, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണെന്ന അയാള്. ആര്? കോടിയേരി. എന്താ അയാൾ പറഞ്ഞറിയാം? കുത്ത് കണ്ട RSSന്റെ കുത്ത് തന്നെയാണ്. കണ്ടോ? വലിയ പരിചയാണേ. കുത്ത് കണ്ട RSSന്റെ കുത്താണ്. അപ്പൊ എന്താ SDPIയും ഫസലും RSSും കൂടി ഒന്ന് അടിക്കണം. എന്നിട്ട് പോലീസ് വന്നപ്പോ കണ്ടത് ഈ ലൈറ്റ് ഫിറ്റ് ചെയ്ത പോലത്തെ കൊടിക്കാലുമ്മല് RSSന്റെ പതാകമ്മല് ഓഫീസിന്റെ തൊട്ടടുത്ത് ചോരയെ കുളിച്ച ഫസലിന്റെ ചോര ആ ടവല് അയിമങ്ങനെ തൂക്കിക്കണം. ഇയാൾ പറഞ്ഞത് യസ്സുച്ചു പോവും. കാരണം എന്താ? RSSകാരാ കൊന്നതെന്ന് പറയാ. ഈ ഫസലിന്റെ അതേ ചോരുള്ള ടവല് ഈ കൊടിക്കാലുമെന്ന് കിട്ടുക. പക്ഷെ ഉണ്ടായത് എന്താ അറിയോ? പോലീസ് നായനെ കൊടുന്നു. ഈ പോലീസ് നായക്ക് LDF UDF ഒന്നുമില്ലല്ലോ. പോലീസ് നായ നേരാണ്ട് പോയി രണ്ടാളെ നെഞ്ഞത്തുകണ്ട് കയറി. ഒന്ന് കാരായി രാജൻ, മറ്റൊന്ന് കാരായി ചന്ദ്രൻ. പടച്ചോൻ കാത്തതല്ലേ? കാട്ടുകള്ളന്മാരെ. ഞാനതാ പറഞ്ഞ ദുന്യാവില് ആദ്യം നിരോധിക്കേണ്ട പാർട്ടി നിങ്ങളെ പാർട്ടിയാണ്. കാരണം ഇങ്ങനത്തെ ഒരു അപകടമുള്ള പാർട്ടി ദുന്യാവില് വേറില്ല. നിങ്ങളെല്ലാം ചെയ്യും.